കഴിഞ്ഞ രണ്ട് കുറ്റി പൊടിക്കണം
ചീഫ് ജഡ്ജായിരുന്നു. ചേട്ടാ ഈ കാളയിലേക്ക് വരാണ്ടായ കാരണം എന്നാ? ഞാൻ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അതെ അല്ലേ. എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? ഇപ്പൊ 45 വർഷം കഴിഞ്ഞു. അതെ അല്ലേ. ഇവിടെ ആരോ പറഞ്ഞ പോലെ കേട്ടായിരുന്നു, സ്കൂൾ ജീവിതം കണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ട്രിപ്പിൾ എം എ കേട്ടോ. അതെയോ കേട്ടോ. ഏത് വിഷയത്തിലാണ്? MA ഹിസ്റ്ററി, MA പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MA പൊളിറ്റിക്സ്. എവിടെ? കൊല്ലത്തോ? ഞാൻ ഫാത്തിമ കോളേജിലാണ് പഠിച്ചല്ലേ. പിന്നെ സമ്മാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ വീട്ടിൽ. സമ്മാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂറ്റൻ റോളിംഗ് ട്രോഫി ഇരിപ്പുണ്ട്. കൂറ്റൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 5.5 അടി ഈ മേൽ ഹൈറ്റ് വരുന്ന ട്രോഫികളുണ്ട്. അതെ അല്ലേ. ഈ കാള സാധാരണ എനിക്ക് ഇതേക്കുറിച്ച് ഐഡിയ ഇല്ലേ, പക്ഷെ ഇതെങ്ങനെയാ ഇതിന്റെ സമ്മാനം നിശ്ചയിക്കുന്ന? സമ്മാനം ഈ പല ഏരിയയിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കൊമ്പാണോ അതേ ഹൈറ്റ് ആണോ അതെയോ? സമ്മാനം നിശ്ചയിക്കുന്ന അതിപ്പോ ഒരു വെറ്ററിനറി ഡോക്ടർ ആയിരിക്കും സർട്ടിഫൈ ചെയ്യുന്നത്. അവരുടെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് പലത് കാണും. ചിലത് അവർ സൗന്ദര്യം നോക്കും, ചിലത് ഹൈറ്റ് നോക്കും, ചിലത് ബോഡി വെയിറ്റ് കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കും, ചിലത് ഇതിന്റെ വെറൈറ്റി ഏതാണെന്ന് നോക്കും, ബ്രീഡ് ഏതാണെന്ന് നോക്കും, വെറൈറ്റി എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ നോക്കും. ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിനകത്ത്. അതെ അല്ലേ. പിന്നെ എന്താ ഇതിന് പ്രത്യേകത? ഈ ഇങ്ങനെ ഇതിനകത്തേക്ക് കൂടുതൽ ആളുകൾ കൂടാന്ന് പറയാൻ നമ്മുടെ യന്ത്രവൽകൃത കാർഷിക മേഖലയിലൂടെ നീങ്ങുന്നതിന് മുമ്പ് ഈ കാളെ കൊണ്ടാണ് നമ്മുടെ നിലങ്ങളെല്ലാം ഉഴുത് നമ്മൾ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് പിന്നെ ഒരു 3 ഏക്കർ നിലമുണ്ട്. അതിപ്പോഴും സ്വന്തമായിട്ട് ഇവരെ കൊണ്ട് നെൽകൃഷി ചെയ്യും. ഇപ്പോഴും നെൽകൃഷി ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ തൊഴിൽ മേഖലയിൽ പണിയെടുക്കാൻ ആളുകൾ വളരെ കുറവാണ്. പിന്നെ നമുക്ക് കുറച്ച് പഴയ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ പലയിടത്തുനിന്നും വേറെയൊക്കെ കൊണ്ടുവന്നൊക്കെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. മറ്റേ കാളകളെ കിട്ടൂല. ഒരു പിടിക്കാൻ എൻ്റെ കൂടെ സഹകരിക്കുന്ന മറ്റവരൊക്കെ പരിചയമുള്ളവർ കൊള്ളാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാരി ആഹാരം കൊടുക്കുമല്ലോ, അതുപോലെയൊക്കെ ഇച്ചിരി കൊടുക്കും. എൻ്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്തിനടുത്താണ് മുഖത്തലി എന്ന് പറയും. 2 ജോലി. അപ്പച്ചൻ ചേർന്ന് നിൽക്കണം. അപ്പച്ചൻ പ്രധാനമായി പോകണം. ബിനോയ് എന്നല്ലേ പേര്? എവിടുന്നാ വന്നേക്കുന്നേ? തഴുകുന്ന അല്ലേ. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ കാളയുടെ മത്സരങ്ങളുമായിട്ട് പോകാറുണ്ടോ? ഇവിടെ എത്ര വർഷമായിട്ട് വരുന്ന? 5 വർഷത്തെ. സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അതല്ലേ. ഈ കാളയുടെ ഈ ഒരു ഇതിങ്ങനെ ഒരു താല്പര്യം വരാണ്ടായ കാരണം എങ്ങനെയാ? പണ്ട് തൊട്ട് ഇങ്ങനെ ഉള്ളതാണല്ലേ. ഏകദേശം എത്ര വർഷം ആയിട്ടുണ്ട്? 50 വർഷത്തിനുള്ളിൽ. അതെയോ. ഇത് ഇങ്ങനെ വളർത്താനുണ്ടായ ഇതും ഇതിന്റെ പരിപാലന രീതിയെ കുറിച്ചൊന്ന് പറയാവോ? പരിപാലനം നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിപ്പിക്കുക, വെള്ളം കൊടുക്കുക, പുല്ലാണെങ്കിൽ പുല്ല് കൊടുക്കുക, വച്ചലാണെങ്കിൽ വച്ചൽ കൊടുക്കുക. കാള ഇതിന് പേര് വല്ലതും ഉണ്ടോ? ഇല്ല, പേരൊന്നും ഇട്ടിട്ടില്ല അല്ലേ. 2 കാള അല്ലേ. ഫോട്ടോ എടുക്കാം. 48 വർഷമായിട്ട് ഇവിടെ സ്ഥിരമുണ്ട്. പേരെങ്ങനെ? പേര് കുട്ടിച്ചൻ. സമ്മാനം കിട്ടാറുണ്ടോ? 2003 മുതൽ എത്ര കാലം പിടിച്ച അത്ര കൊല്ലം സമ്മാനം. ഒന്നാം സമ്മാനം. ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം? അല്ല, വേറെ കാള മാറി എടുക്കൂല്ലേ. ഇതിപ്പോ ഈ മത്സരത്തിന് വേണ്ടി വാങ്ങിച്ചാണോ? അത് ഇതെന്റെ 1 വർഷമായി സ്ഥിരമായിട്ടുള്ള. ഇതിനെ കൊടുക്കുന്നില്ല. ഇതൊരു പൈസ പ്രായമില്ല. 3 വയസ്സായുള്ളൂ. 3 വയസ്സായോ? 2-3 കൊല്ലം കഴിയാനും കൊടുക്കില്ല. ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുക്കില്ല. ഓ, അതിൻ്റെ ആവശ്യമില്ല, കൊടുക്കില്ല. ഒരു രസം. ഇതെങ്ങനെ ഇതിന്റെ പരിപാലന രീതിയൊക്കെ? പരിപാലനം ഇതിനെ നമ്മൾ പരുത്തിക്കുരു കൊടുക്കും.
പരുത്തിക്കുരുവാ? പരുത്തിക്കുരു കൊടുക്കും. ആ പിന്നെ ഗോതമ്പുകൾ, പരുത്തിക്കുരു, ആ മുതിര കൊടുക്കും. അതെ അല്ലേ. പിന്നെ മുട്ടയും കൊടുക്കും. പുറപ്പുഴ അല്ലേ? കൂത്താട്ടിലല്ല, തൊടുപുഴ. ആ തൊടുപുഴ. ആ ഇതിന് പേര് വല്ലതും ഉണ്ടോ കളയ്ക്ക്? മയിലക്കൊട്ടൊന്നും. അതെ അല്ലേ. പെമ്പിളേരിട്ടാണ് പേര് കണ്ണനും മയിലെന്നൊക്കെ വിളിക്കുന്നത്. ആ ഓ, നമ്മൾ വിളിക്കുന്ന മയിലാണ്, കുട്ടികളെന്നാണ് വിളിക്കുന്നത്. ഇത് ഇടയ്ക്ക് ഉള്ള വർഷത്തിൽ സീസൺ അല്ലാത്തപ്പോൾ എന്നാ ചെയ്യുന്നത്? വേറെ പണിക്കൊന്നും കൊണ്ടുപോകില്ല, വീട്ടിൽ തന്നെ വളർത്തൂല്ലേ? അപ്പോൾ ഒരു വർഷം ഇങ്ങനെ വളർത്തുമ്പോൾ ഒരു വർഷമല്ല, ഞങ്ങൾ തമിഴ്നാട്ടിൽ അവിടെ തമിഴ്നാട്ടിൽ മത്സരത്തിൽ. അതെ അല്ലേ. ആ തമിഴ്നാട്ടിലെ സ്ഥിരം മത്സരങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടോ അല്ലേ? ആ കാളയൊക്കെ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ പോകും. ഡൈനെ കൊണ്ടുപോകില്ല, ഇതിനെ ഞങ്ങൾ കൊണ്ടുപോകും. ആ അവിടെ വരുന്ന 1-ാം തീയതി ഓട്ടം ഉണ്ട് ആ തമിഴ്നാട്ടിൽ, ആനമല എന്ന് പറഞ്ഞാൽ. ആ ഓ, വർഷം മുഴുവൻ മിക്കവാറും തമിഴ്നാട്ടിൽ എല്ലായിടത്തും തന്നെയുണ്ടോ അല്ലേ? അത് നമുക്ക് പാർട്ടിക്കാരുടെ ആൾക്കാരുണ്ട്, അവിടെ കൊണ്ടുപോകും. ആ അവിടെ കൊണ്ടുപോകും. അവിടെ ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയാണ് കൊണ്ടുവന്നിട്ട് അവിടെ തെരുവത്തുള്ളി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. സമ്മാനം കിട്ടിയായിരുന്നോ അതിൽ നിന്ന്? സമ്മാനമുണ്ട്. 1ാം സ്ഥാനം? 1-ാം സ്ഥാനം. അതാ കളക്കാം. അതെ അല്ലേ. ഇതിനെ ഓടിച്ചില്ല. ഇതെങ്ങനെയാ നമ്മളിത് കുഞ്ഞിലെയാണ് വാങ്ങുന്നത്? അത് ഇടയ്ക്ക് ചെറുപ്പത്തിൽ അത് കിട്ടില്ല, 7 മാസം പ്രായമുള്ളൂ. ആ പ്രായത്തിന് മേടിക്കും അല്ലേ? മേടിച്ച് വളർത്ത് നന്നായിട്ട് ട്രെയിനിങ് കൊടുത്ത് തീറ്റ കൊടുത്ത് വളർത്തും. ഇതിന് പ്രത്യേക ട്രെയിനിങ് സെക്ഷനൊക്കെ ഉണ്ടോ? നമ്മൾ ട്രെയിനിങ് വണ്ടി കിട്ടും. എങ്ങനെയാ, റോട്ടിൽ കൂടെയാണോ റോട്ടിൽ ഓടിക്കും? അതിനുള്ള വണ്ടിയുണ്ട്, സവാരി വണ്ടിയുണ്ട്, നാടൻ വണ്ടിയുണ്ട്, എല്ലാ ടൈപ്പ് വണ്ടിയും നമുക്കുണ്ട്. ഒരു മാസം ഒരു 10-15 ദിവസം എല്ലാ ഞായറാഴ്ചയും കിട്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ പരിപാടിയൊക്കെ കൊണ്ടുപോകൂലേ? ശരി, ഞങ്ങൾ പറഞ്ഞാൽ മൈല അല്ലേ, മൈല. ഈ ജല്ലിക്കെട്ട് കാളയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ട്രെയിനിങ് ആണ്, ഭയങ്കര ട്രെയിനിങ് കാണാം. ആരും കാണാതെ കിണർ ഇനാണോ അത്? കാങ്കങ്ങളെ ഉള്ളു. മറ്റേ ലംബാടി എന്നൊരു കുറവാണ്. ലംബാടി ഓട്ടക്കാളൊക്കെ ലംബാടിക്കാളെ കൊള്ളുന്നു. ജല്ലിക്കെട്ട് കാളകളുടെ പ്രത്യേകത എന്ന് പറയാമോ? ആൾക്കാരെ കാണുമ്പോൾ ചാടി നല്ല ടെററായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. അതിന്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എങ്ങനെ പ്രതികരിക്കണേന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ പുലിയായിരിക്കും. അതാണ് ലംബാടി എന്ന് പറയുന്നത്. ലംബാടി അതുപോലെ കാങ്കയം. ഇത് എന്തെങ്കിലും സൈസിന് മാറ്റമുണ്ടോ? രണ്ടും കാങ്കയാണ് നല്ല സൈസും. ഇതിന് ഉപ്പെന്ന് പറയും, ഉപ്പൊക്കെ നല്ല സൈസ്, നല്ല ഇതാക്കി. അത് നല്ല ഒത്ത കളയായിരിക്കും, നല്ല. അതെ അല്ലേ. പിന്നെ നല്ല ചുമയായിരിക്കും. അതായത് ആരും കാണിക്കാതെ വളർത്തണമെന്നല്ലേ, ആ സമയത്ത് മാത്രമേ അവരത് രംഗത്തേക്ക് പുറത്തിറങ്ങുള്ളൂ. നല്ല ട്രെയിനിങ് നല്ല ഭക്ഷണം കൊടുത്ത് തന്നെ അതിന് തന്നെ ഒരു മുറിയിലിട്ടാക്കും. അതെ അല്ലേ. ആ സമയത്ത് അവരുടെ പിള്ളേരെക്കാളും കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കുഞ്ഞിനെ എവിടെ നിന്നാ അപ്പൊ നമുക്ക് മേടിക്കുന്നത്? കുഞ്ഞിനെ അവിടെ തന്നെ. ഈ കാങ്കായ എന്ന് പറഞ്ഞ സ്ഥലമാണോ അത്? സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് കാങ്കായെന്ന്. അപ്പൊ കുഞ്ഞിന് ഏകദേശം എത്ര രൂപ വില? അങ്ങനെ അതിന്റെ ബ്രീഡ് അനുസരിച്ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വിലയുള്ള ഉണ്ട് അല്ലേ? ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വിലയുള്ളൂ. ഈ ജല്ലിക്കെട്ടിന് ഇറങ്ങുന്ന മുതിർന്ന കാളയാണ് ഞാൻ ഏകദേശം എത്ര വില? വായി തോന്നുന്ന വില, ഡിമാൻഡ് അനുസരിച്ച് അല്ലേ? പിന്നെ നമ്മുടെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പറയുന്ന വിലയാണ്. ഇപ്പൊ ഇവിടെ ഇതിന് പ്രൈസ് അടിച്ചാൽ പിന്നെ ഇവര് പറയണേ ഇതിന്റെ വില. പിന്നെ ഈ എല്ലാ വർഷവും ഇങ്ങനെ മത്സരത്തിന് ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങുന്ന ആള് നമ്മൾ പറയുന്ന വില അല്ലേ? ഇത് ജയിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ആഗ്രഹത്തിന്റെ പുറത്തല്ലേ? ആ ഓ ശരി, താങ്ക് യു ചേട്ടാ. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള വഴുത്തലയെന്ന് വന്ന രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനാട്ടോ. ആ ചേട്ടൻ്റെ ഒരു കാളയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം 1ാം സമ്മാനം കിട്ടിയല്ലേ? ആ ചേട്ടന് ഈ കാള വളർത്തലിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും? കാള വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഹോബിയായിട്ട് വളർത്തുക. പിന്നെ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളർത്തിയ തീരുവളെന്നുള്ളതാണ് ആഗ്രഹം. എന്ന് പറഞ്ഞാൽ 2-3 തലമുറയായിട്ട് വീടുകളിൽ പിന്നെ കാളയും കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാളവണ്ടി
ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയൊരു കാളവയലാണ് കാക്കൂർ കാളവയൽ 100-120 വർഷത്തെ പാരമ്പര്യം. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആ വയൽ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നടത്തിപ്പ് തീർത്തും മോശമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദിവസം ഇവിടെ ഒരു ചുരുങ്ങി ഒരു 1000-ലധികം ജോഡിക്കാളകളോട് വരണ്ട. ആദ്യ കാലഘട്ടം അത് പോയിട്ട് ഇപ്പോൾ ഒരു 50 ജോഡി കഷ്ടി വന്നു. മാത്രമല്ല കാള വളർത്താൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അത് മാത്രമല്ല ഭയങ്കര കോസ്റ്റ്ലിയാണ് വളർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഈ മത്സരത്തിന് വരുമ്പോൾ ഇവർക്കിടെ അടുത്തുനിന്ന് സഹകരണമാണ് കിട്ടുന്നത്, അതെയോ നമുക്ക് വണ്ടിക്കൂലി അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ? കിട്ടാറില്ല. നിസ്സഹകരണമാണ്. യാതൊരു പ്രോത്സാഹനവും ഇവിടെയുള്ള സംഘാടകരിൽ നിന്ന് നമുക്ക് ആർക്കും കിട്ടാറില്ല. അപ്പൊ ദൂരെ നിന്ന് വരുന്നവർക്ക് മാത്രമാണോ ഇതിന്റെ വണ്ടിക്കൂലി? അങ്ങനെ ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരവടി മത്സരത്തിനാണ് ഇവർക്ക് വണ്ടിക്കൂലി ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അത് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞു വരുന്നവരാണോ അതേ അടുത്ത എല്ലാവർക്കും ഉണ്ട്? ഇല്ല, എത്ര കിലോമീറ്റർ കഴിഞ്ഞു വരുന്നവർക്ക്. അപ്പൊ അടുത്തുള്ള ആൾക്കാർ നമ്മുടെ യാതൊരു പ്രോത്സാഹനം അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ അടുത്തുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്താണ് ഇന്ന് ഇപ്പം ഈ 50 ജോഡി വരുന്നിടത്ത് 100 ജോഡി മുകളിൽ കാണുന്നുണ്ട്. അപ്പം ഈ വഴുത്തലയിൽ നിന്ന് വരുന്ന രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ചേട്ടൻ പറയുന്നത് നമുക്ക് ഈ കാക്കൂർ കാളവയലിൻ്റെ ലൊക്കാലിറ്റിയിൽ, അതായത് ഇത്ര കിലോമീറ്റർ ഉള്ളിലുള്ള ഈ കാള കൊണ്ട് വരുന്നവർക്ക് വണ്ടിക്കൂലി അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഇവർ സ്വന്തം കാശ് എടുത്തുകൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു റിക്വസ്റ്റായിട്ട് പരിഗണിച്ച് ഇങ്ങനെയുള്ളവർ കൂടെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വരുന്ന എക്സ്പെൻസ് കൊടുക്കണമെന്നാണ് രാമേന്ദ്രൻ ചേട്ടൻ പറയുന്നത്. ഈ വർഷം തരാമെന്ന് പറഞ്ഞാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഈ വർഷം തൊട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ചേട്ടനെ കൂടെ നല്ല ജോഡിയാണ്. അപ്പം ഈ കാള വളർത്തൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെക്കാളും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചും പ്രതീക്ഷയോടും കൂടി വളർത്തുന്നതാണ്. ആ ചേട്ടൻ അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയുള്ള ആ ഒരു മനസ്സിലുള്ള ഞങ്ങളുടെ ചങ്കാണ്. എൻ്റെ കാളയുണ്ട്, ഈ ഞങ്ങളുടെയൊക്കെ ചങ്കാണ്. അതുപോലെ ഞങ്ങൾ കാളേന് ഒന്നും ചെയ്യില്ല, എനിക്കിഷ്ടമല്ല. ഇപ്പോൾ കാളവണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളേനെ തല്ലണ്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. കാളയെന്ന് പറഞ്ഞാൽ അതിന് ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുത്തിട്ട് ഓടിക്കുക കാളയെന്ന് പറഞ്ഞാൽ കൈ പൊക്കി കാള ഓടിക്കും. അത് കഴിഞ്ഞിട്ട് ബാ മതിര എന്ന് പറഞ്ഞാൽ ആ കാള അവിടെ നിന്നിരിക്കും. ഞങ്ങളൊക്കെ അതിന് പോസ്റ്റ് എങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിനുണ്ട് ഒരേ കമാൻഡുണ്ട്. ആ കമാൻഡ് നമ്മൾ പഠിപ്പിക്കും. ആ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കാളയൊന്നും തല്ലരുത്. ഇത് മിണ്ടാപ്രാണികളാണ്, ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ തല്ലാറില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ അതേപോലെ ചെയ്യണം. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് തൊമ്മൻ, കാണിക്കുന്നേ. അതെ അല്ലേ, തൊമ്മൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ പറയുമ്പോൾ തന്നെ ആ ഒരു ആ മനസ്സിൽ നിന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം ചേട്ടൻ കുതിര വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കുതിരയുണ്ടെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ അത് ആ മൃഗത്തെ മനസ്സിലാവുന്ന. കാള ഉച്ച കഴിഞ്ഞ് വരും കേട്ടോ. കാള ഉച്ച കഴിഞ്ഞാൽ അവർ കയറ്റിവിട്ട് താമസിച്ചു പോയി. 2 കാങ്കയം നല്ല അടിപൊളി. എനിക്ക് രണ്ട് കാളവണ്ടിയുണ്ട്, നാടനുണ്ട്. വീട്ടിൽ വന്നാൽ കാണാം. 2 കാളവണ്ടിയുണ്ട്. ഒന്ന് റേസിന് പോണ വണ്ടിയുണ്ട്, നാടൻ കാളവണ്ടി അതുകൊണ്ട്, പിന്നെ ഇതുണ്ട് ഓടിക്കണ വണ്ടിയുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ ആ കുതിരയുണ്ട്, കാളയുണ്ട്. അങ്ങനെ ആ ചേട്ടൻ സ്ഥിരമായിട്ട് പിള്ളേരെ പോലെ തന്നെ നോക്കി ട്രെയിൻ ചെയ്ത് വളർത്തുന്നതാണ്. ഞങ്ങള് അപ്പനപ്പൂപ്പന്മാരായിട്ട് എൻ്റെ വീട്ടിൽ ഈ ചേട്ടനൊക്കെ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ കാളിവന്നാൽ ഫാമിലിയിൽ ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാളുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു 110 വർഷം പഴക്കമുള്ള കാളവണ്ടി കിടപ്പുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചാൽ ചേട്ടനൊക്കെ അറിയാം. ചേട്ടൻ വന്നേട്ടാ, വീട്ടിലൊക്കെ എടുക്കണ കാളവണ്ടിക്ക് എത്ര ഇത് കാണും? ഒരു 110 വർഷം പഴക്കം. കംപ്ലീറ്റ് പിച്ചള കൊണ്ട് അവിടെ ഏറ്റവും ആദ്യം തണുന്നതാണ് ഏറ്റവും ഇതിനുള്ള കാളവണ്ടി അടിപൊളി കാള. എനിക്ക് തോന്നുന്നു ഒരു 40 വർഷം മുമ്പ് ഈ വീട്ടിൽ കാള വളർത്തുന്നത് ഒരു നമ്മുടെ സ്റ്റീലിന്റെ ഒരു കാര്യം. എന്റെ വീട്ടിൽ ഒരു 60 വർഷമായിട്ട് കാളയുണ്ട്. ഞാൻ എന്റെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടെററായിട്ടുള്ള കാളൻ ഏതിനും പുള്ളി പിടിച്ചു കിട്ടും. അല്ല, ഞാൻ അതിന്റെ ഒരു ഇതാണ് എനിക്ക് ക്രേസ് കിട്ടി. എന്റെ ഒരു ഏജുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു. അതല്ല, എന്നും കാള വളർത്താം. അത് കാള വളർത്തുന്ന വെച്ചാൽ ഏരിയ കാളെന്ന് വെച്ചാൽ ചൂണ്ട കുത്തുന്ന ഉണ്ടായിരുന്നു. അന്ന് കാളവണ്ടി കെട്ടാ. അന്ന് കാളവണ്ടി പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട്